മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. ഇത് ഓവനില്ലാതെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഗ്യാസ് അടുപ്പിലാണത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര, ഈസ്റ്റ്, ഉപ്പ്, ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഇളം ചൂടുള്ള പാല്, വല്ലാതെ ചൂട് വേണ്ട, നേരിയ തോതിലൊരു ചൂടുള്ള പാല്. ആദ്യം നമുക്ക് ഈ മൈദ ഒന്ന് ഉപ്പ് ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. വേണ്ടത്ര ഉപ്പ് ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മതി. നമുക്കത് മാറ്റി വെച്ചിട്ട് വേറെ ഒരു ബൗളെടുത്തിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽ നമുക്കിതിൽ ബാക്കി വയ്ക്കാം. ഇത് ലാസ്റ്റിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് പറയാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ, അതേ ടീസ്പൂൺ തന്നെയാണ് ഞാൻ 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. അത് ഈ പാലിലൊന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണ്ടത്ര പഞ്ചസാര, ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടി ചേർക്കാം. പിന്നീട് എടുത്ത് വെച്ചിട്ടുള്ള വെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി എണ്ണ കുറച്ച് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തോതിൽ യോജിപ്പിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ആ വെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് മിക്സാക്കാം. നന്നായി യോജിപ്പായി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഞാനിതും കലർത്തിയെടുക്കുന്നത്. ഇത്രയും മതി. ഇനിയിപ്പോൾ അത് നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വെച്ചാലും കുഴപ്പമില്ല. അത് ഇതേ ബൗളിൽ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. വിസ്ക് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മണിക്കൂറും സമയം മാറ്റി വയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാത്രം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് പൊങ്ങി വരുന്നതിനനുസരിച്ചിട്ട് ഉള്ള പാത്രം വേണം. ഇനി 1 മണിക്കൂർ നേരം ഇരിക്കട്ടെ. നന്നായിട്ട് ടൈറ്റായിട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ പേപ്പർ വെച്ചിട്ട് മൂടിയത്. നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ള പാത്രം അടപ്പുകളുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ചത് മാറ്റിയിട്ട് ഒന്ന് നോക്കുക. നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. വല്ലാതെ കട്ടിയായിട്ട് നമ്മളിത് കുഴച്ച് വെക്കരുത്. ഇതുപോലെ കുറച്ച് നനവോട് കൂടിയിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. കട്ടിയായി പോകരുത് ഒരിക്കലും. നമ്മൾ ഇപ്പോൾ ഗോതമ്പ് എടുത്തിട്ട് കുഴക്കിലോ ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ ടൈറ്റ് ആവണ്ട. കുറച്ച് ലൂസായിട്ട് തന്നെ ഇതുപോലെ കിട്ടണം. ഇനി നമുക്കിത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവണം. അതിനനുസരിച്ച് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒരു 10-15 മിനിറ്റോളം ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചതാണിത്. ഇത്രയും മതി. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. കുറച്ച് നീളത്തിലാക്കിയിട്ട് മുറിക്കാം. കത്തി വെച്ചിട്ട് എടുക്കാം. വലുപ്പം നമ്മൾ ഏകദേശം ഒരുപോലെയൊക്കെ ആയിട്ട് കട്ട് ചെയ്യണം. ബണ്ണിൻ്റെ ഏകദേശം വലുപ്പമുണ്ടല്ലോ. ഇത് ഇനിയും പൊങ്ങി വരും. അതുകൊണ്ട് തീരെ ചെറുതും അതുപോലെ വല്ലാതെ വലുതുമായിട്ട് എടുക്കരുത്. ഏകദേശം ഇതുപോലത്തെ ഉരുളകളാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത്രയും സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയ ശേഷം
ഇതെങ്ങനെയാണ് മടക്കിയെടുക്കുന്നത് എന്ന് കാണിക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഉള്ളിലേക്ക് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. ഏകദേശം ഒരു മഷ്റൂമിൻ്റെ ആകൃതിയിൽ വേണം നമുക്കിതൊരു വരാൻ വേണ്ടിയിട്ട്. മഷ്റൂമിൻ്റെ മുൾഭാഗം കാണലില്ല, ഇതുപോലെ അങ്ങനെ മടങ്ങി ഉള്ളിലേക്ക് ഇരിക്കുന്ന പോലെ അങ്ങനെ വേണം ഇത് ഉരുട്ടി നേരെയാക്കി എടുക്കാൻ. ഇതുപോലെ ചെയ്യാം. പിന്നെ നമുക്ക് കയ്യിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ഇഡ്ഡലി തട്ടിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് അതിൽ വെണ്ണ തടവി കൊടുക്കണം. വെണ്ണയോ നെയ്യോ എന്താ നമ്മുടെ കയ്യിലുള്ളത് വിചാരിച്ചാൽ അത് നന്നായിട്ട്, എണ്ണ വേണ്ട, വെണ്ണയോ നെയ്യോ തടവി കൊടുക്കണം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ രണ്ടാമതൊന്നും കൂടി ഞാൻ വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യണത് എന്ന് കാണിക്കാം. അതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ആദ്യം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കാം. ഇനി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് മടക്കി കൊടുക്കണം. എന്നാൽ അതേ ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ 4 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. അത് 4 എണ്ണം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരം ഇനിയും നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം വെച്ചിട്ട് അടയ്ക്കണം. കാരണം പൊങ്ങി വരുമ്പോൾ അത് മുട്ടി പോവരുത് മുകളിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അടി കുറച്ച് കുഴിഞ്ഞ ഒരു പാത്രം വെച്ചിട്ട് മൂടിയത്. വേറെ ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള അടപ്പ് വെച്ചിട്ടായാലും മതി. ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കി കണ്ടില്ലേ, ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ പാലിൽ ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തതാണിത്. അത് നമുക്ക് ഇതിൻ്റെ മീതെയായിട്ടൊന്ന് തടവി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ നമുക്കിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് തടവി കൊടുത്താൽ മതി. എന്നാലും നമ്മളിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണ മാതിരിയുള്ള അത്രയും കളറ് കിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ ഒരു ബണ്ണിൻ്റെ കളറായിട്ട് തന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റവിൽ വെച്ചാലും കിട്ടും. ഇത് 4 പുറം പോവാതെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് മാത്രം തേച്ച് കൊടുക്കണം. അത് സൂക്ഷിച്ച് ചെയ്യണം. കാരണം 4 പുറമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കരിഞ്ഞു പോകും നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് അത് വല്ല ടിഷ്യൂയോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ട് തുടച്ച് മാറ്റിയ ശേഷം വേണം ഇത് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഞാനൊരു ഉരുളിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് മുന്നേ നമ്മളിത് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഉരുളിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഉരുളി ഞാനൊരു 15 മിനിറ്റ് മുന്നേ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടിയിൽ ഇതുപോലൊരു തട്ട് വെച്ചിട്ടാണ് അതിൻ്റെ മീതെ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ അടുത്തുള്ള പാത്രങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം. കുറച്ച് കുഴിയുള്ള പാത്രം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി ഒരു 15 മിനിറ്റോളം വെന്ത് കിട്ടണം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കരിയാതെ ഇതുപോലെ ഏകദേശം ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കിയിട്ട്, കത്തിയോ സ്പൂണോ വെച്ച് സൈഡൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ നമുക്കെടുത്ത് മാറ്റാം. ഒരു പ്രയാസമില്ല. നമ്മൾ അടിയിൽ വെണ്ണ പുരട്ടി കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് ഇളകി കിട്ടും. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് വിരൽ വെച്ചാൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ സോഫ്റ്റായിട്ടാണ് കിട്ടുക. കഴിക്കാനും അതുപോലെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.